ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിഷപ്പുമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ കയറി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം കാണുമോ എന്ന് മന്ത്രി ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി പരാതി പറയാനുള്ള ധൈര്യം പോലും തിരുമേനിമാർ കാണിക്കുന്നില്ലെന്ന് മന്ത്രി വിമർശിച്ചു. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെടണ്ടേ? ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? രാജ്യത്താകെ ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ? ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിലെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. ജോസി ബാബു കൂടുതൽ വിവരങ്ങളുമായി. ജോസിയും ഈ കത്തോലിക്ക സഭ ഇതിൽ കർക്കശമായ സമീപനവുമായി വരുന്നില്ല എന്ന അതൃപ്തിയും വിമർശനവും പറയുകയാണോ മന്ത്രി? തീർച്ചയായും നിഷാദ്, സഭാ മേലധ്യക്ഷന്മാർ ഈ വിഷയങ്ങളിൽ ശക്തമായൊരു നിലപാട് പറയുന്നില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി ഒരു പരാതി പറയുവാൻ പോലുമുള്ള ധൈര്യം ബിഷപ്പുമാർ കാണിക്കുന്നില്ല എന്നതാണ് ശിവൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല. അത് നേരെ മറിച്ച് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ആയിരിക്കും ഇതിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുക. അകാരണമായാണ് അല്ലെങ്കിൽ നീതിയുക്തമായ രീതിയിലല്ല കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. അത്തരം നടപടികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ബിഷപ്പുമാർ മൗനം തുടരുകയാണ്. അവരവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ശ്രമം നടത്തുന്നത്. ഗൗരവ തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രതികരിക്കുവാൻ ബിഷപ്പുമാർ തയ്യാറാകുന്നില്ല എന്നതാണ് മന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങളും ഇടപെടലുകളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാൻ സഭാ നേതൃത്വം തയ്യാറാകുന്നില്ല. ഗൗരവതരത്തിൽ ആ വിഷയത്തിൽ ഇടപെടാനോ അത് പരാതിയായി ഉന്നയിക്കുവാനോ അത് ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം ഉയർത്തുവാനോ ഒന്നും തയ്യാറാകാതിരിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന രീതിയിൽ തന്നെയാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും ഇന്ന് കോട്ടയത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം ഉയർത്തി സംസാരിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ മേലധ്യക്ഷന്മാരാരും ഗൗരവ തരത്തിൽ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല, അത് നടത്തി കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് കോട്ടയത്ത് കേരള